ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഈസി റെസിപ്പി കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വരുമ്പോഴേക്കും നമുക്ക് പരിപ്പ് വേവിക്കാൻ ഇടാം. പുറത്ത് ഭയങ്കര മഴയാട്ടോ. ഈ മഴയൊക്കെ ആസ്വദിച്ച് പണിയെടുക്കാൻ ഭയങ്കര രസമല്ലേ. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കഷ്ണങ്ങളൊക്കെ അതിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഏകദേശം ഇവിടെ ഇരുന്ന് കഷ്ണങ്ങൾ വേവുമ്പോഴേക്കും നമുക്ക് വെണ്ടയ്ക്ക വറുത്തെടുക്കാം. നമ്മൾ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ഇതിലിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാം കേട്ടോ. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും അതിനായിട്ട് ഇത് അവിടെ ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുകയാണ് കേട്ടോ. ഏകദേശമൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മുരിങ്ങക്കായി വറുത്തിട്ടുള്ള വെണ്ടക്കായി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 തക്കാളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതൊക്കെ അതിൽ സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഇവിടെ കായം അതുപോലെ ഉലുവി എടുത്തിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തേങ്ങയും ജീരകവും കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡാവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ആ സമയത്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പുളി, ഏകദേശം ഒരു നെല്ലിക്കയുടെയോ നാരങ്ങയുടെയോ വലുപ്പത്തിലുള്ള കുറച്ച് പുളി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് നമ്മൾ സാമ്പാറിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ തേങ്ങ ഇവിടെ സെറ്റായിട്ടുണ്ട്, ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിന് ചൂടാറിയതിന് ശേഷം അരച്ചിട്ട് നമ്മുടെ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പും അതുപോലെ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് അതിനെ നിന്ന് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിവിടെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള കടുക് വറുത്തെടുക്കുക. അതിനായിട്ട് നമ്മളൊരു ചട്ടി വെച്ച് കടുകും അതുപോലെ കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. എന്നിട്ട് നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഈ താളിപ്പ് നമ്മൾ നേരെ ഒഴിച്ചു കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇഡ്ഡലിക്കായിക്കോട്ടെ, ദോശയ്ക്കായിക്കോട്ടെ, ചോറിനായിക്കോട്ടെ, ഈ സാമ്പാർ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.